والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സയ്യിദന്മാരെ, സദസ്സിലുള്ള പ്രവർത്തകരെ, സഹോദരങ്ങളെ, വളരെ മഹത്തായ ഒരു സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയത്. അർഹമുറഹീമായ റബ്ബ് നമ്മിൽ നിന്ന് ഇത് കബൂലാക്കി പെരുമാറാകട്ടെ. കേരളത്തിലെ ആധികാരിക മതസംഘടനയായ സമസ്തയുടെ പ്രസക്തി അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് തുടങ്ങി ആ റോഡ് വരെയുള്ള പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇതുപോലെ ഒരു സമ്മേളനം പെരിന്തൽമണ്ണയിലും ഇതേ സമയത്ത് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കേരള ജനത, പൊതുസമൂഹം മുഴുവൻ സമസ്തയുടെ പിന്നിലാണ് എന്നതിന് ഇതിനപ്പുറം വേറെ തെളിവിന്റെ ആവശ്യമില്ല. സഹോദരങ്ങളെ, സത്യത്തിന്റെ പ്രസ്ഥാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണെന്ന് വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. ഹക്ക് ഇവിടെ നിലനിൽക്കുമ്പോൾ എക്കാലവും ഹക്കിന് റിബലായിക്കൊണ്ട് ബാത്തിലിന്റെ പ്രസ്ഥാനവും വരാറുണ്ട്. നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം അവിടത്തേക്ക് റിബലായി ഫിർഔൻ വന്നിട്ടുണ്ടെങ്കിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റിബലായി മറ്റൊരു പ്രവാചകൻ തന്നെയാണ്, പ്രവാചകൻ കള്ളപ്രവാചകനാണ് വന്നിരിക്കുന്നത്, മുസൈലിമത്തുൽ കദ്ദാബ്. അവനും ഉപയോഗിച്ച പേര് റസൂലുള്ളാഹി എന്ന് തന്നെയാണ്. ഹക്കിന്റെ ആളുകളുടെ അതേ പേര് ഉപയോഗിക്കുക എന്നത് ബാത്തില് ചെലവഴിക്കപ്പെടാനുള്ള ഒരു മാർഗമായി, കുതന്ത്രമായി അവർ കാണുന്നതാണ്. സഹോദരങ്ങളെ, ആ നിലക്ക് നോക്കുമ്പോൾ സമസ്തയുടെ വളർച്ചയുടെയും ഉയർച്ചയുടെയും ആവശ്യത്തിന് ഒരു വ്യാജ സംഘടന ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അള്ളാഹു ഹക്കിനെ വിജയിപ്പിച്ച് പെരുമാറാകട്ടെ. ഇന്ന് ചരിത്രം ആകെ മാറിയിരിക്കുകയാണ്. വിഷയങ്ങളിലേക്ക് വരാം അനുവദിക്കപ്പെട്ട ടൈമിന്റെ ഉള്ളിൽ. ചരിത്രം അങ്ങനെ വ്യാജമായി സംഘടിച്ച ആളുകൾ ഇന്ന് അവർ ഇൻസൈറ്റ് കൊണ്ട് പൊരുതി മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രൂക്ഷമായ അഭിപ്രായ ഭിന്നത, ഒതുക്കാൻ കഴിയാത്ത, മസ്ലഹത്താക്കാൻ പറ്റാത്ത അഭിപ്രായ ഭിന്നതയിൽ അവര് മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ പരാമർശിക്കപ്പെട്ട പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ശൈലി ഒന്ന് വേറെയാണ്. അദ്ദേഹത്തിന് ഒരു പുതിയ രീതിശാസ്ത്രമാണുള്ളത്. ഒരാളെയും അദ്ദേഹം ഉയരാൻ വിടുകയില്ല. എത്രയോ സംഭവങ്ങൾ എനിക്കറിയാം. കാരണം കുരുവട്ടൂരിൽ ഒരു ഹാഫിദ്, ഹക്കീം അസ്സരിയെ പോലെയുള്ള ആളുകൾ തന്നെ അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്ന്, അങ്ങനെ അദ്ദേഹത്തെ ഉയർത്തി അദ്ദേഹത്തിന് നല്ല ഒരു ആൾക്കൂട്ടമുണ്ടായ സമയത്ത് ഇദ്ദേഹം അങ്ങനെ വളർന്ന് വലുതാകുമോ എന്നുള്ള ഒരു ഭയമുണ്ടായപ്പോൾ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞു, അദ്ദേഹം പഠിച്ച ആളാണ്.
അദ്ദേഹം മാത്രമാണത് പറഞ്ഞത്. പഴച്ച ആളാണ് എന്ന് പറഞ്ഞപ്പോ പ്രവർത്തകർ ഇളകി, പലയിടത്തും പ്രശ്നമുണ്ടായി. ഇക്കഴിഞ്ഞ ദിവസം കന്മനം കുറുങ്കാട്ടിലെ ഫിർദൗസ് ദഅ്വ കോളേജ് സ്ഥാപനത്തിൽ പൊന്മലയുടെ അരുമ ശിഷ്യൻ അലവി സഖാഫി ക്ലാസ് എടുത്തപ്പോ ആ സ്ഥാപനത്തിന്റെ മാനേജറായ സഹോദരൻ, പേര് പറയുന്നില്ല, അദ്ദേഹം ഇതേ ഹാസിമിനെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പഴച്ച ആളാണ് എന്ന് പറഞ്ഞതും ഉടൻ ആഞ്ഞൊരു ഡൗട്ട് കൊടുത്ത് അലവി സഖാഫിയെ മറിച്ചിടുകയാണ് ഉണ്ടായത്. സ്റ്റേജിലുള്ള ആളാണ് ഈ മറിച്ചിടുന്നത്. അപ്പൊ ഉടൻ പ്രവർത്തകരിളകി. പൊന്മല അബ്ദുൽ ഖാദർ മുസ്ലിയാര് അങ്ങോട്ട് പറയും, ഒരൊറ്റ പറച്ചില. പ്രവർത്തകരിളകിയാൽ പിന്നെ മൂപ്പർ എന്താ പറയലേ അറിയോ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു തീരുമാനമെടുത്താൽ അത് പിന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൂടാ. മൂപ്പരങ്ങ് പറയും, പ്രശ്നമാകുമ്പോ സമസ്തന്റെ മേത്ത് കണ്ടിടും. പക്ഷേ സമസ്തയിലുള്ള മുഷാവറ ആളുകളോട് ചോദിക്കുമ്പോ ഞങ്ങളറിയില്ല അങ്ങനെ ഒരു തീരുമാനം എന്നവർ പറയുകയാണ്. ഇത് ഒരു ഹാസിമിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇതേ വിഷയം തന്നെയായിരുന്നു കേരളത്തിൽ അറിയപ്പെട്ട പട്ടിക്കാട് അബ്ദുള്ള ഹാജി എന്നവരെ കുറിച്ചും ഉണ്ടായത്. ഇതേപോലെ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ് ആൾ പഴച്ച ആളാണെന്ന് പറഞ്ഞു. ഉടൻ പ്രശ്നമായി. ഒരുപാട് ആളുകൾ, അദ്ദേഹത്തെ ആദരിക്കുന്ന സ്നേഹിക്കുന്ന ആളുകൾ സമസ്തയിലേക്ക് കടന്നു വരാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞ്, സമസ്ത ഒരു തീരുമാനം എടുത്തതല്ലേ, സമസ്ത തീരുമാനിച്ചാൽ അത് ചോദ്യം ചെയ്യപ്പെടൂല. അപ്പോഴും സമസ്തന്റെ മേലേക്ക് ഏതപോലെ ഈ സമസ്ത എന്ന് പറയുന്നത്? അത് 989 കണ്ണിയത്ത് ഉസ്താദിനെയും ഇ കെ ഉസ്താദിനെയും പുറത്താക്കിയിട്ട് പുനഃസംഘടിപ്പിച്ചു എന്ന് പറയുന്നത്. ഇരിക്കട്ടെ, അങ്ങനെ പുതിയ ഒരു രീതിശാസ്ത്രമാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ഒരു അപ്രമാദിത്വം അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത്. അപ്രമാദിത്വം എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്ത് കൂടാൻ പറ്റാത്ത ഒരവസ്ഥ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത്. അതെങ്ങനെ ഉണ്ടാക്കിയെടുത്തത് അറിയോ? ഇതുപോലെ ഓരോ പുസ്തകം എഴുതി, പഠനങ്ങൾ, പ്രബന്ധങ്ങൾ. ഇന്ന് മാർക്കറ്റിൽ പോയി മഷീട്ട് തെരഞ്ഞാലും ഇത് കിട്ടൂല. അത്രക്കത് ഒബ്സിലിറ്റായി പോയി, കാലഹരണപ്പെട്ടുപോയി. അങ്ങനെ ഇതുപോലുള്ള പുസ്തകം ഇറക്കുമ്പോൾ ഇദ്ദേഹം എന്താ ചെയ്യാന്നറിയോ? ഒരുപാട് കിതാബുകളിൽ നിന്ന് ഇത് കൊണ്ടുവരും. ആ കിതാബിന്റെ പേര് സാധാരണക്കാരായ അധിക പണ്ഡിതന്മാരും ചിലപ്പം കേട്ടിട്ടെന്നെ ഉണ്ടാവൂല. പക്ഷെ അതിലും തന്നെ വേറൊരു രസമുണ്ട്. അതെന്താ അറിയോ? ഇതിൽ തന്നെ ഒരു പേജില് നക്കൽ കൊടുക്കുന്നത് റാസി 10,230. കുറച്ചപ്പുറത്ത് അതിന്റെ താഴെ തന്നെ തഫ്സീറുൽ കബീർ 10,231. അതിന്റെ അപ്പുറത്ത് മഫാത്തീഹുൽ ഗൈബ് 10,232. ഇത് മൂന്നൊരു കിതാബാണ്. പേരിങ്ങനെ മാറ്റുക. തഫ്സീറുൽ കബീർ, മഫാത്തീഹുൽ ഗൈബ്, റാസി. ഇത് മൂന്നൊരു കിതാബാ. ഇത് മൂന്നും ഒരു പേജിൽ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുന്നു. ഇത് വേറെയുണ്ട്, ഒരുപാടുണ്ട്. തൊബരി 10,230, ഇബ്നു ജരീർ 10,232, ജാമിഉൽ ബയാൻ 10,230. ഇത് മൂന്നൊരു കിതാബാ. ഇങ്ങനെയാണെങ്കിൽ ആർക്കാ ഉണ്ടാക്കാൻ പറ്റാതെ നമുക്കൊക്കെ ഉണ്ടായിക്കൂടെ? ഫത്ഹുൽ മുഈൻ, ശറഹ് ഖുറത്തുൽ ലൈൻ, മത്ന് ഇയാനത്തുൽ ത്വാലിബീൻ. ഇങ്ങനെ ആർക്കാ ഉണ്ടാക്കാൻ പറ്റാത്ത? ഈ രൂപത്തിൽ ആളെ പഠിക്കുക. ഇത് ഈ പുസ്തകത്തിലുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഒരൊറ്റ പേജിലാണ് ഈ ചെയ്തത് മുഴുവൻ. സാധാരണക്കാരെ ആളുകൾ ഇത് വായിക്കുമ്പോൾ ജാമിഉൽ ബയാനോ, സുബ്ഹാന ജല്ല ജലാലു, അതേതാ കിതാബ്? അതാണ് തഫ്സീർ തൊബരി. മഫാത്തീഹുൽ ഗൈബ്, ഏത് മഫാത്തീഹുൽ ഗൈബ്? അത് റാസി. അതിന്റെ അപ്പുറം റാസി വേറെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില ഒപ്റ്റിക്കൽസ് നടത്തിയപ്പോ പലരും വിചാരിച്ചു, സുബ്ഹാന ജല്ല ജലാലു, എന്തൊക്കെ കിതാബുകളാണ് പറയപ്പെടുന്നത്. ആ രൂപത്തിൽ ഒരു അപ്രമാദിത്വം അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത് ചോദ്യം ചെയ്ത് കൂടാത്തൊരവസ്ഥ. പക്ഷെ അത് പൊളിഞ്ഞു പോയിപ്പോ. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. ഇതിൽ തന്നെ നിങ്ങൾ നോക്കി ഒരു ഹദീസ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഉമിർതു അൻ ഉഖാതില അന്നാസ ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്
വയുഖീമു സ്വലാത്ത വയൂതു സക്കാത്ത. എന്താ പറയുന്നത് ഹദീസ്? ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിച്ചു. ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ഉറപ്പിക്കുന്നത് വരെ യുദ്ധം ചെയ്യും. വയുഖീമു സ്വലാ വയൂതു സക്കാത്ത്. സക്കാത്ത് കൊടുക്കുന്നത് വരെ, നിസ്കാരം നിലനിർത്തുന്നത് വരെ യുദ്ധം ചെയ്യും. ഫൈദാ ഫഅലൂ മിന്നി, അത് ചെയ്തു കഴിഞ്ഞാൽ അസമൂ മിന്നി ദിമാഅഹും വ അംവാലഹും, അവരവരുടെ സമ്പത്തും അവരവരുടെ ശരീരവും അവരെ കാത്തു സൂക്ഷിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇദ്ദേഹം എഴുതുന്നു, ഇത് ഇന്ന് വരെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ട് പറയാണ്. ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്നത് വരെ അവരോട് സമരം ചെയ്യാൻ എന്നോട് ആജ്ഞാപിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ, ഹദീസിലുള്ളത് ഉമിർതു അൻ നുഖാത്തിലൻ നാസ്, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇരിക്കട്ടെ. എന്നിട്ട് ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്നത് വരെ സമരം ചെയ്യാൻ ആജ്ഞാപിക്കപ്പെട്ടു. എന്നിട്ട് പറയുന്നു, ഈ ഹദീസ് ഇങ്ങനെ മനസ്സിലാക്കണം. അല്ലാതെ എല്ലാ മുസ്ലിമീങ്ങളും മുസ്ലിങ്ങളാകാൻ വേണ്ടി സമരം നടത്താൻ, എല്ലാ അമുസ്ലിമീങ്ങളും മുസ്ലിമാകാൻ വേണ്ടി സമരം നടത്താൻ എന്നോട് ആജ്ഞയുണ്ടെന്നല്ല. പച്ച നുണയാണ് അദ്ദേഹം എഴുതുന്നത്. ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ, ഒരു വ്യവസ്ഥാപിതമായ അമീർ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജിഹാദ് നടത്തുക തന്നെ ചെയ്യും. ബദ്ധവൈരികളോട് യുദ്ധം ചെയ്യാൻ എല്ലാ ഹദീസിലുള്ളത് ഉമിർതു അൻ നുഖാത്തിലൻ നാസ്, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയാണ്, എങ്കിൽ പിന്നെ ദീനിൽ ബലാത്കാരമില്ലെന്ന സൂറത്തുൽ ബഖറയിലെ സൂക്തത്തിന് എതിരാകും. അയ്യോ ഉസ്താദേ, ആ ആയത്ത് മൻസൂഖാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന ആയത്തിനോട് എതിരാവൂല, അത് മൻസൂഖ. ജലാലൈനിലില്ലേ, റാസിയിലില്ലേ, ബൈവാവിയിലില്ലേ, വഹാദ മൻസൂഖും ബി ആയത്തിൽ ഖിതാൽ വഹാദ മൻസൂഖും ബി ആയത്തി സൈഫ്. ഇത് മൻസൂഖാണ്, ദീനിൽ ബലാത്കാരമില്ല എന്നത്. നിങ്ങൾ എന്താണ് ആളെ പറ്റിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനോടാണോ നിങ്ങൾ ഈ കളിക്കുന്നത്? ലാ ഇക്റാഹ ഫിദ്ദീനോട് എതിരാകുന്ന ഒരു പ്രശ്നമില്ല. ആ ഹദീസ് മൻസൂഖ, ആ ആയത്ത് മൻസൂഖ. ദീനിൽ ബലാത്കാരമില്ല എന്നത് മൻസൂഖാണ്. അപ്പോ ഇസ്ലാമിന്റെ ബദ്ധവൈരികളോട് യുദ്ധം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു എന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. ഇസ്ലാമിക ഭരണമുണ്ടെങ്കിൽ, വ്യവസ്ഥാപിതമായ അമീറുണ്ടെങ്കിൽ കേറി യുദ്ധം ചെയ്യും ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി. ഇതേ ഹദീസ് ഉമിർതു അൻ നുഖാത്തിലൻ നാസ ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ഹദീസ് എടുത്ത് ബാബുൽ ഖിതാലി ലിമൻ മനഅ സകാത്ത് കൊടുക്കാത്തവരോട് യുദ്ധം ചെയ്യുമെന്ന് സഹീഹ് മുസ്ലിമിലില്ലേ? ഹർബിയായ കാഫിർ സകാത്ത് കൊടുക്കാത്തതിന് യുദ്ധം ചെയ്യുന്ന അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതൊരു സാമ്പിളിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. നിങ്ങൾ ഈ സ്വീകരിക്കുന്ന രീതിശാസ്ത്രം ഇത് ഇസ്ലാമിന്റെ അഖീദയെയാണ് പറിച്ചു നടുന്നത്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടാവുമല്ലോ, നിങ്ങൾ മറുപടി പറയണം ഇതിന്. ഇപ്പോ നേരത്തെ മുഅ്ജിസത്തിന്റെ വിഷയം ഹമീദ് ഫൈസ് ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു. അത് പറഞ്ഞു കുട്ടിയിരിക്കുകയാണ്. മലപ്പുറത്ത് വെച്ച് മുഖാമുഖത്തിൽ പറഞ്ഞു, ഇപ്പൊ ചില കുട്ടികൾക്ക് പൊന്മള ഉസ്താദിനെ പറയൽ ഒരു ഹോബിയാണ്. ഹോബിയല്ല, നിങ്ങൾ ചെയ്യുന്ന പേക്കൂത്തുകൾ പാവപ്പെട്ട ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് കൊണ്ട് അത് തിരുത്തുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് പറയാൻ കഴിയോ ഞങ്ങൾ പറഞ്ഞത് അത് തെറ്റാണ് പറയാൻ കഴിയോ? എങ്കിൽ നിങ്ങൾ തെളിവ് സഹിതം പറയൂ. എന്നിട്ട് നിങ്ങൾ ആളുകളെ ഇങ്ങനെ പഠിപ്പിക്കാൻ നോക്കുന്നു. എവിടെങ്കിലും ഒരാള് അള്ളാഹുവിന്റെ വിക്ർ ചെല്ലുന്ന
ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഒരാൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതാരാള് ഇന്നാളോ മൈസൂർ അസോസിയേഷനോ അല്ല, വല്ലു മുതലിൽ പേറ്റ ആളാണ്. ഇങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഇതുകൊണ്ടാണ് ഇന്ന് പ്രവർത്തകരിൽ AP വിഭാഗം പ്രവർത്തകരിൽ നല്ല ഒരു ശതമാനം ആളുകൾ ആന്റി പെൺപളയാണ്. ആന്റി പെൺപള കാരണം ഒരാളെ അദ്ദേഹം അംഗീകരിക്കില്ല, ഇല്ല മുഹീസുന്ന. അപ്പോ എന്നാൽ അദ്ദേഹം ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഈ അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുങ്കർ 10 പറയുന്നുണ്ട്. നഹിയുൻ അനിൽ മുങ്കർ, മുങ്കറിനെ തൊട്ട് തടയണം എന്ന് പറഞ്ഞാൽ ആ മുങ്കർ ഹറാമ്, കറാഹത്ത് വരുന്നില്ല. ഏത് ഹറാമ്? ഇത്തിഫാക്കുള്ള ഹറാം, തർക്കമുള്ള ഹറാമും വരുന്നില്ല. അതാണ് ഇൻകാർ ചെയ്യേണ്ടത്. ഒരാൾ പഴുത്തതാണ് എന്ന് പറയാൻ ഇദ്ദേഹത്തിന് തെളിവെന്താ? അത് മൂപ്പര് കറുത്ത കുപ്പായ ഇടുന്നത്, ഇതാണോ പഴുത്തതാണെന്നതിന് തെളിവ്? അത് ശരി. അപ്പൊ മൊയ്യത്തുന്ന കുട്ടികള് തീവണ്ടി കയറിയാൽ ടിക്കറ്റ് ചോദിച്ചാൽ കൊടുക്കുന്നില്ല, കാരണം അയാൾ കളപരിക്ക തേർന്നാണെന്നാ പറയുന്നത്. അപ്പോ നിങ്ങൾ ഇങ്ങനെ ഒരാളെ പഴപ്പിക്കാൻ വേണ്ടി ഒരു മാനദണ്ഡം, ഒരു മദാർ നിങ്ങൾ നോക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ പറയുന്നു. അതേസമയത്ത് നിങ്ങൾ തന്നെ ഇതിൽ മറ്റൊരാളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ഞാൻ മുമ്പ് പറഞ്ഞതാണ്. പ്രമുഖ പണ്ഡിതനായ ഷെയ്ഖ് അബ്ദുറഹ്മാനുൽ അൽ ജസീരി റളിയല്ലാഹു അൻഹു എന്ന് നിങ്ങൾ ഇതേ ബുക്കിൽ പറയുന്നുണ്ട്. കടുത്ത വഹാബിയാണത്. ഡോക്ടർ അബ്ദുറഹ്മാനുൽ ജസീരി അൽ ഫിഖ് വൽ മദാഹിബുൽ അർബഈന്റെ രചയിതാവ്. അദ്ദേഹത്തെ ഷെയ്ഖാക്കി തെർവിയത്തും ചെല്ലിയിട്ട് അങ്ങോട്ട് കൊണ്ടുവന്ന്. അത് ശരി, നിങ്ങൾ വഹാബികളെ ഷെയ്ഖാക്കാൻ തുടങ്ങിയപ്പോ എന്നാ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്താ ചോദിക്കല്? തെർബിയത്തിന്റെ ഷെയ്ഖ, തബറുക്കിന്റെ ഷെയ്ഖാണ്. അബ്ദുറഹ്മാനുൽ ജസീരി ഏതിന്റെ ഷെയ്ഖ? അതുപോലെ ഡോക്ടർ വഹബത്തു സുഹൈലി, നിങ്ങൾ എന്താ പറഞ്ഞത്? പ്രമുഖ പണ്ഡിതനായ സുഹൈലി റളിയല്ലാഹു അൻഹു. നിങ്ങൾ അത് കൊടുത്തില്ലേ? നല്ലവരായ ആളുകൾ പിഴച്ചതാണ് എന്ന് പറയാ, പിഴച്ച ആളുകളെ ഷെയ്ഖാക്കിയിട്ട് വലുതാക്കി കൊണ്ടുവരിക. ഇത് ചോദ്യം ചെയ്യാൻ പാടില്ല.